ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അതാണ് ഞാൻ എപ്പോൾ സ്നാപ്ചാറ്റ് തുറന്നാലും ആകെ പറയുന്ന ഡയലോഗ്. എന്നാൽ പിന്നെ എന്തിനാ സ്നാപ്ചാറ്റിൽ പറയുന്നത്? അങ്ങോട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ച് ഒരു യൂട്യൂബ് ചാനൽ അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലത്തെ ആദ്യത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നു എൻ്റെ കണ്ണിന് മുന്നിൽ കാണാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരെ കണ്ടാലും ഞാൻ ചാനൽ തുടങ്ങാൻ വേണ്ടി ഞാൻ ചാനൽ തുടങ്ങാൻ എൻ്റെ അവരൊക്കെ ഒറ്റ സ്വരത്തിൽ ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കണ്ടന്റ്, എന്താ ചെയ്യാൻ പോണെന്താന്നാണ്. സോ ഗൈസ്, ഞാൻ ഇപ്പോൾ അത് റിവീൽ ചെയ്യാൻ പോണെയാണ്. എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതുവരെ ആരും ചെയ്യാത്തതും ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ് ഞാൻ എടുക്കാൻ തീരുമാനിച്ചത്. അതെ ഗൈസ്, ക്രാഫ്റ്റ്. പക്ഷെ ക്രാഫ്റ്റ് മാത്രമൊന്നും ആയിരിക്കില്ല കേട്ടോ, വ്ളോഗൊക്കെ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇടും. ഞാൻ നിങ്ങൾക്ക് സെറ്റാക്കിയ എൻ്റെ ക്രാഫ്റ്റ് സ്പേസ് കാണിച്ചു തരാം. വായോ, നമുക്ക് ഇതാണ് ഗൈസ് ഞാൻ സെറ്റാക്കിയ എൻ്റെ ക്രാഫ്റ്റ് സ്പേസ്. അതെ, ക്രാഫ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ്. ഇതിനുള്ളിൽ കുറേ സാധനങ്ങളുണ്ട്. ക്ലേ, മാർക്കേഴ്സ്, ഇതേ കുറേ ടേപ്പ്, കുറേ സ്റ്റിക്കേഴ്സ്, കുറേ സാധനങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചെയ്താൽ മതി. അതെന്തായാലും ക്രാഫ്റ്റ് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. ക്രാഫ്റ്റ് സ്പേസ് കാണിച്ച് ഇനി നമുക്ക് നെയിം റിവീൽ ആയാലോ. നെയിം എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഒരു ക്രാഫ്റ്റ് രൂപേണ ഒരു നെയിം റിവീലിംഗ് കണ്ടാലോ, സംതിങ് ബുദ്ധിപരമായിട്ട്. ഞാൻ ഇപ്പം ഇത് വരച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ വരക്കാൻ പോകണമെന്ന്. എൻ്റെ മനസ്സിൽ കുറേ ഐഡിയാസൊക്കെ ഉണ്ട്. ബട്ട് അത് ലാസ്റ്റ് ആകുമ്പോൾ അങ്ങനെ തന്നെ ആവുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും ലാസ്റ്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സ്റ്റാൻഡിൽ നിർത്തണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് നോക്കാം. ക്രാഫ്റ്റ് അപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഇവിടെ വരെ ആയി. ഇത് നമുക്കിനി ഇതൊന്ന് സെറ്റാക്കണം. ആൻഡ് ആദ്യത്തെ ക്രാഫ്റ്റിൽ തന്നെ നമ്മുടെ കൈ മുറിഞ്ഞു. കൈയുടെ കഴുക്കായി ഗൈസ്. എന്താ ചെയ്യുക? ചൂര വിചാരിച്ച സാധനമൊക്കെ ഇവിടെ സെറ്റായി. നോക്കി, സൂപ്പറായിട്ടില്ലേ? ഇങ്ങനെയുണ്ട്. ഇനി പിന്നെ കളർ കൊടുത്തെടുക്കും. ഇച്ചിരിയുടെ സൂപ്പറോ കളർ കൊടുത്തേണ്ട കാണാം. അതിൻ്റെ ഇങ്ങനത്തെ ഒരു പീസ് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ആൻഡ് വരട്ട് കൊടുക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമ്മളിങ്ങനെ സ്റ്റാൻഡാക്കാൻ പോകണം ഗൈസ്. തന്നെ നമ്മുടെ പാണ്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. മേഘത്തിന് കളർ അടിച്ചത് ഇച്ചിരി പ്രശ്നം പറ്റിപ്പോയി. ബട്ട് ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവം നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയിം റിവീൽ ചെയ്താലോ? ഞാൻ തന്നെ സ്വന്തമായിട്ട് എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത പേരാണ്. നമുക്ക് നെയിം റിവീൽ ചെയ്യാം. ആഷ് ഡയറീസ്. പാണ്ടാണ് കേട്ടോ മുകളിലേക്ക് വെച്ച് കൊടുത്തേക്കുന്നത്. ആഷ് ഡയറീസ്. സോ ഗൈസ്, ഇനി തുടങ്ങി ഞാൻ യൂട്യൂബിലുണ്ടാവും ആഷ് ഡയറീസ്. എല്ലാവരും എല്ലാ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.